ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് ഡൽഹിയിലെ ലാൽകില മെട്രോ സ്റ്റേഷൻ അടഞ്ഞുകിടക്കും. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്റ്റേഷൻ പ്രവർത്തിക്കില്ല എന്ന് DMRC അറിയിച്ചു. ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ ഏറ്റവും സുരക്ഷ വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാജ്യമാകെയും അതീവ ജാഗ്രതയിലാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഫോടനമുണ്ടായെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലും വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇന്ന് രാവിലെയും പരിശോധനകൾക്ക് യാതൊരു കുറവുമില്ല. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും വ്യാപകമായി പരിശോധന നടക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ആളുകളുടെ ബാഗുകളടക്കം പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളും സംശയാസ്പദമായി തോന്നുന്ന ആളുകളെ വിശദമായി പരിശോധിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. നഗരങ്ങളിൽ വ്യാപകമായ പെട്രോളിംഗും നടക്കുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ 10:30 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ആരംഭിച്ചത്. RPFന് പുറമെ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒപ്പം തന്നെ ക്ലോക്ക് റൂമിൽ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തടക്കം വ്യാപകമായ രീതിയിൽ തിരച്ചിൽ നടത്തി. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിദേശ വിനോദസഞ്ചാരികളടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടി ആയതുകൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ആലപ്പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഇടുക്കിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടന്നു. തൊടുപുഴയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, മങ്ങാട്ടുകവല എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും ഇന്നിപ്പോൾ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. റെയിൽവേ പോലീസ്, അതുപോലെ പോലീസ് എന്നിവരുടെ സംയുക്തമായിട്ടുള്ള പരിശോധനകൾ പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലുണ്ട്. പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഈ സുരക്ഷാ പരിശോധന തുടരാനാണ് തീരുമാനം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലും പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. വയനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കലക്ടറേറ്റ്, ആശുപത്രികൾ, മറ്റ് പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയായ പശ്ചാത്തലത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. ഡൽഹി കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. പ്രധാനമായും KSRTC ബസ് സ്റ്റാൻഡുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയിടത്താണ് പരിശോധനയുള്ളത്. ഈ പരിശോധനകൾ രാത്രി വരെ തുടരുകയും ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സൂചിപ്പിച്ച പോലെ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട്ട് നിന്ന് അഞ്ജന സുകുമാരൻ തത്സമയം ചേരുകയാണ്. അഞ്ജന, ഇപ്പോൾ കോഴിക്കോട് എവിടെയൊക്കെയായിട്ടാണ് പരിശോധന തുടരുന്നത്? ഡൽഹി കാർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് ഏതായാലും സംസ്ഥാനമുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് മുതൽക്ക് തന്നെ വിവിധ തലത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഈ സ്ഫോടനമുണ്ടായി ഉടൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലകളിലെ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. വിവിധയിടങ്ങളിൽ ജനങ്ങൾ കൂടുതൽ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും പരിശോധന വേണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അടുത്ത ഘട്ടത്തിലെ പരിശോധന ആരംഭിച്ചു. പ്രധാനമായും റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ബസ് സ്റ്റാൻഡ്,
അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ KSRTC ടെർമിനൽ അതുപോലെയുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ആളുകൾ ഒരുപാട് എത്തിച്ചേരുന്ന ഇടത്താണ് രാവിലെയൊക്കെ പരിശോധന ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതിന് പുറമെ ബീച്ചിലും ഉൾപ്പെടെ പരിശോധന ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്ക്വാഡിന്റെയും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്, പരിശോധന ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് കൂടെ ഈ ഒരു പരിശോധനയിൽ പങ്കുചേർന്നിരുന്നു. വരുന്ന ആളുകളുടെ ഒക്കെ തന്നെയും ബാഗുകൾ പരിശോധിക്കുന്നുണ്ട്, നിർത്തിയിട്ട ട്രെയിനുകൾ ഒക്കെ തന്നെയും പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിങ്ങിൽ മൂടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വാഹനങ്ങൾ, അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബീച്ചിൽ കൂടെയും പരിശോധനയുണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഒരു റൗണ്ട് പരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമായും രാവിലെ പരിശോധന ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബീച്ച് പരിസരം, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ബീച്ച്, അവിടെ പരിശോധനയുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം KSRTC ടെർമിനലിൽ പരിശോധനയുണ്ടായിരുന്നു. KSRTC ടെർമിനലിന്റെ പാർക്കിംഗ് ഏരിയയോട് ചേർന്നും പരിശോധനയുണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ട് വാഹനങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ബസ്സുകളിലൊക്കെയും കൃത്യമായി പരിശോധന നടത്തി. അതിന് പുറമെ പുതിയ ബസ് സ്റ്റാൻഡിൽ പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന തുടരുകയും ചെയ്തു. ഏതായാലും ഈ സ്ഫോടനം ഉണ്ടായി അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിൽ അന്വേഷണം കടുപ്പിക്കാനുള്ള ഉത്തരവുണ്ടായിരുന്നു. അടുത്ത 24 മണിക്കൂർ, അതായത് ഇന്ന് രാത്രി വരെ ഈ ഒരു പരിശോധന നീളുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ആഴ്ചകളോളം തന്നെ ഈ ഒരു പരിശോധന വേറൊരു തരത്തിൽ നീങ്ങാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട് പരിശോധനയ്ക്കായി.